പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വ്യാഴാഴ്ച ശുശ്രൂഷയിലെ വണ്ടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ അല്ലെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സക്കറിയ പ്രവചനം 11:17. അവിടെ വചനം വെളിപ്പെടുത്താണ്: ആട്ടിൻ കൂട്ടത്തെ ഉപേക്ഷിച്ചു കളയുന്ന എന്റെ നീചനായ ഇടയന് ദുരിതം. അപ്പൊ ഇന്ന് നമ്മൾ ആരാണ് ഇടയൻ? അതായത് ദൈവം ഏൽപ്പിച്ച് തന്നിട്ടുള്ള വ്യക്തികൾ. ആർക്കൊക്കെ ദൈവം വ്യക്തികളെ ഏൽപ്പിച്ചിട്ടുണ്ടോ, ശുശ്രൂഷ മേഖലകളെ ഏൽപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ചില കാര്യങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോ ഏൽപ്പിക്കപ്പെട്ടവർക്കെല്ലാം ഉള്ളത് ഇടയന്റെ ദൗത്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം, പ്രിയ സഹോദരങ്ങളെ, ഒരു ജീവിതം അവിടെ ഒരു 38 വയസ്സാ സഹോദരിക്കുണ്ട്. അപ്പൊ അവര് പറയായിരുന്നു, ഭയങ്കര പ്രശ്നമാണ്. അദ്ദേഹം മദ്യപാനവും ലഹരിയും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തില് അവിശ്വസ്തതയും മറ്റേ സ്ത്രീകളുടെ കൂടെ പോക്കും എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ സഹോദരി വളരെ ശാന്തതയോടുകൂടി, വലിയ വേദനയൊക്കെ ഉണ്ട് ഉള്ളില്, പക്ഷെ അതിനൊക്കെ കൈകാര്യം. ഞാനിങ്ങനെ ചോദിക്കായിരുന്നു, സഹോദരിക്ക് എങ്ങനെയാണ് ഇത് ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളിൽ, ചിലപ്പോഴെങ്കിലും ഈ ഒരു കാലഘട്ടത്തിലൊക്കെ അതൊക്കെ ഡിവോഴ്സ് ചെയ്ത് പോവാന്നൊക്കെയാണ് സാധാരണ ലോകത്തിന്റെ ഭാഷയിൽ പറയാം. സഹോദരിക്ക് എങ്ങനെയാ ഇത് ഉൾക്കൊള്ളേണ്ടത്? ഇത് ഒരു സ്വസ്ഥത വേണമെങ്കിൽ ആദ്യം ഇത് ഉൾക്കൊള്ളണം അല്ലേ. എന്റെ ഭർത്താവ് ഇങ്ങനെയാണ്, ഇത് ഉൾക്കൊള്ളാൻ പറ്റേണ്ടത്. ഈ പുള്ളിക്കാരി പറയായിരുന്നു, എന്റെ അച്ഛാ, വർഷങ്ങൾക്ക് മുൻപ് ദേവാലയത്തില് എന്റെ യേശുവിന്റെ സാന്നിധ്യത്തിലാണ് ഈ വിവാഹം നടന്നത്. എന്റെ ഭർത്താവിന് ഞാൻ എന്റെ ഇടയനാണ്, എന്റെ കുഞ്ഞാടാണ് എന്റെ ഭർത്താവ്. നോക്കൂ സഹോദരങ്ങളെ, സഹോദരിയുടെ കാഴ്ചപ്പാട് എന്നെ ശരിക്ക് അത്ഭുതപ്പെടുത്തി. ഇങ്ങനെയുള്ള വ്യക്തികളും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ജീവിച്ചിരിക്കുന്ന വിശുദ്ധർ എന്ന് പറയുന്ന ഒരു ഗണം. ബെനഡിക്റ്റ് പാപ്പ പറയുന്നുണ്ട് 3 തരത്തിലുള്ള വിശുദ്ധരെ കുറിച്ച്. 1, സഭ ഔദ്യോഗികമായിട്ട് വിശുദ്ധരായി പ്രഖ്യാപിച്ചവര്. 2, നമ്മളുടെയൊക്കെ വിശുദ്ധരായ കഴിഞ്ഞ തലമുറയിലൊക്കെ മരിച്ച പുണ്യപ്പെട്ട ജീവിതങ്ങള്. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന വിശുദ്ധരെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സഹോദരിനെയൊക്കെ വേണമെങ്കിൽ അത് അവരുടെ കാര്യമാണ്, അവരുടെ ഇടയധർമ്മത്തെ കുറിച്ച് വ്യക്തതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ ഈ വചനം കേൾക്കുമ്പോൾ ഇത് വികാരത്തിനെതിരായിട്ടുള്ള സാധനമാണല്ലോ. ശരിയാണ്, നിങ്ങളുടെ ഇടയൻ അങ്ങനെയല്ല. ആരൊക്കെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടോ ദൈവസന്നിധിയിൽ ആട്ടുങ്ങളോടല്ല ചോദിക്കുക എങ്ങനെയുണ്ട് ഇടയെന്ന്. ദൈവം ചോദിക്കും, ഞാൻ നിന്നെ ഏൽപ്പിച്ച ഈ ശുശ്രൂഷ നീ എങ്ങനെ, ഇടയനെടുത്ത ഉത്തരവാദിത്വത്തോടെ നീ എങ്ങനെ ചെയ്തു? മാതാപിതാക്കളോട് ചോദിക്കും, കൂടപ്പിറപ്പുകളോട് ചോദിക്കും. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും ഞാൻ ഇന്നലെ നമ്മുടെ നെസ്റ്റ് ഡി അഡിക്ഷൻ സെന്ററിൽ പോയി. സങ്കടം തോന്നി. കാരണം ഈ പ്രായം കുറഞ്ഞുകൊണ്ടുവരികയാണ്. അതായത് ഈ അഡിക്ഷൻ, ലഹരിക്കും മദ്യത്തിലേക്ക് അടിമയായിരിക്കുന്ന മക്കളുടെ പ്രായം, മറ്റേത് 40-45 ആണെങ്കിൽ ഇപ്പൊ അത് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ, നമ്മുടെ സെലിബ്രേഷൻ, നമ്മുടെ ആഘോഷങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു വീണ്ടും വിചാരം നമുക്ക് ഉണ്ടാകണം. ഈ അപ്പോസ്തലരുടെ ലേഖനത്തിൽ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ലോകവുമായി താതാത്മ്യപ്പെടാൻ നാം ആഗ്രഹിച്ചാൽ, അത് ഇടവക സമൂഹമായിക്കോട്ടെ, ഏതൊക്കെ അതിന്റെ ഘടകങ്ങളായിക്കോട്ടെ, ലോകവുമായിട്ട് താതാത്മ്യപ്പെടാൻ നാം പരിശ്രമിക്കും തോറും വലിയൊരു ഡേഞ്ചറിലാണ്, ഫെയ്ത്തിന്റെ വലിയൊരു ഡേഞ്ചർ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത് എന്ന കാര്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഈശോ നമ്മെല്ലാവരെയും ഈ ദിനത്തിൽ അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.